ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് അറിയണ്ടേ? നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന റാണിപുരത്തെ ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ട്രയൽ റണ്ണ് ഇന്നു മുതൽ ആരംഭിക്കുക കേട്ടോ. ഉത്തര മലബാറിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണിത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് റാണിപുരം. ഇവിടെ ട്രെക്കിങ്ങിനെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൂടി വരികയാണ്. റാണിപുരത്തിന്റെ ടൂറിസം മേഖലയിൽ ഒട്ടനവധി കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഈ പുതിയ പ്രൊജക്റ്റ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിൽ നിന്നും റാണിപുരത്തിന്റെ പ്രകൃതി സൗന്ദര്യം കൺകുളിർക്കെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുത്തനെ താഴേക്ക് നോക്കി നടക്കുമ്പോഴേ കാലിനടിയിൽ നിന്നൊരു തരിപ്പ് ഇങ്ങനെ കയറി വരും. അങ്ങനെയാട്ടോ എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങളിതിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ സുഹൃത്തായ മാലോത്തെ സച്ചിനും മാവുങ്കാലിലെ വിൽസൻ്റെ ചേട്ടനും മംഗലാപുരത്ത് മാനസ തീം പാർക്കിന് ഉടമയായ ജയാശേട്ടനുമാണ് ഈ സംരംഭത്തിൻ്റെ സാരഥികൾ. ഗ്ലാസ് ബ്രിഡ്ജിനോടൊപ്പം സിപ്പ് ലൈനും കേബിൾ കാറും കൂടി അടങ്ങുന്നതാണ് ഈ വലിയ പ്രൊജക്റ്റ്. സിപ്പ് ലൈനിൻ്റെയും കേബിൾ കാറിൻ്റെയും പ്രവൃത്തികൾ വളരെ വേഗത്തിലിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1970കളിലൂടെ സ്ഥാപിതമായ സെൻറ് മേരീസ് ജ്ഞാനായ കത്തോലിക് ദേവാലയത്തിന് സമീപത്താണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ഞങ്ങാട് നിന്നും 50 കിലോമീറ്റർ ദൂരമുണ്ട് റാണിപുരത്തേക്ക്. കാഞ്ഞങ്ങാട് നിന്നും വരുന്നവർ ഒടയഞ്ചാൽ മാലക്കല്ല് വഴി പനത്തടി വന്നിട്ട് അവിടെ നിന്ന് വലത്തേക്കുള്ള റോഡിലൂടെയാണ് റാണിപുരത്തേക്ക് എത്തേണ്ടത്. പനത്തടിയിൽ നിന്നും 10 കിലോമീറ്ററാണ് റാണിപുരത്തേക്ക്. ചെറുപുഴയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ചിറ്റാരിക്കാൽ മാലം കോളിച്ചാല് വഴി ഇവിടത്തേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് റാണിപുരത്തേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിക്കോളൂ കേട്ടോ.